ഹലോ അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബുക്ക് ആൽബം എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം. കീപ്പ് വാച്ചിങ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ A4 സൈസുള്ള ഫോട്ടോ പേപ്പർ വെച്ചിട്ടാണ് ഇന്നത്തെ ഫോട്ടോ ആൽബം എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A4 സൈസിൽ നമുക്ക് ആദ്യം ഫോട്ടോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇവിടെ ക്യാൻവ ആപ്പിൽ ഞാൻ A4 ഡോക്യുമെൻ്റ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തതിന് ശേഷം നമുക്കതിൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻറ്റ് സെക്ഷനിൽ നമുക്ക് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് ഷേപ്പ് ഫ്രെയിംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ഒരു ഷേപ്പുള്ള ഒരു ആൽബം ആണ് ചെയ്യാൻ പോകുന്നത്, സ്ക്വയർ ഷേപ്പിലല്ല. അപ്പോൾ സ്ക്വയർ വേണമെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം അത് വെച്ചിട്ടുള്ളൊരു ആൽബമാണ് നിങ്ങൾ ഫസ്റ്റ് ഇൻട്രോയിൽ കണ്ട പോലുള്ള ഒരു ആൽബമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാനിതിപ്പം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമുക്കിപ്പോൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലൊരു ഫ്രെയിം എടുത്തതിന് ശേഷം അതിൽ നമുക്ക് സെലക്റ്റഡ് ഫോട്ടോസ് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലെ മക്കളെ ഫോട്ടോസ് ഫുള്ളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫോട്ടോ പേപ്പറിലാണ് ഇത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നോർമൽ ഫോട്ടോ പേപ്പർ അല്ല കേട്ടോ, ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഫോട്ടോ പേപ്പറാണ്. അപ്പം ഇതിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നു. അപ്പോൾ ഇതുപോലൊരു പാക്കിൽ 20 പീസാണുള്ളത്. ഇത് 20 പീസ് ഉള്ളത് ഒരു 300 റുപ്പീസിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഫോട്ടോ പേപ്പറാണ്. അതായത് വെള്ളമൊന്നും ആഴാലൊന്നും കംപ്ലൈൻ്റ് ഒന്നും വരാത്ത ടൈപ്പ് ഫോട്ടോ പേപ്പറാണ്. അപ്പം അല്ലാതെ നോർമൽ ടൈപ്പ് ഫോട്ടോ പേപ്പറും അവൈലബിൾ ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് A4 സൈസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു പിക്ക് 2 എണ്ണമാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുക. അതല്ല പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആൽബത്തിൻ്റെ സൈസ് വരുന്നത് 14x18 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു ഷീറ്റിന് ഒരു പേജിൻ്റെ സൈസ് വരിക. അപ്പം നിങ്ങൾക്ക് സ്ക്വയറായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് ലേസർ പ്രിൻറ്റിംഗ് ആണ്. ലേസർ പ്രിൻറ്റിംഗ് ഷോപ്പിൽ നിന്നാണ് നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ സാധാ A3 ഒരു ഷീറ്റ് പ്രിൻ്റ് എടുക്കുന്ന പോലെ ഒരു പ്രിൻറ്റിന് 50, 40, 60 ആ ഒരു റേഞ്ചാണല്ലോ നോർമൽ പ്രിൻറ്റിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷോപ്പിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരു ഷീറ്റിന് ആ ഒരു റേറ്റ് തന്നെ വരുന്നുണ്ട് ഈ ഒരു ഫോട്ടോ പേപ്പറിൽ ചെയ്യുമ്പം. അപ്പോൾ ടോട്ടല് ഞാൻ 13 പേജാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഈ ഒരു A4 പേപ്പർ ഫോട്ടോ പേപ്പർ. അതായത് 26 ഫോട്ടോസാണ് ഉള്ളത്. ഈ ഫോട്ടോ പേപ്പർ A3 സൈസ് അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോർമലി A4 സൈസാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു 50 രൂപ ഒരു പ്രിൻറ്റിങ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഓരോ ഷോപ്പിലും ഓരോ റേറ്റാണ്. ഒരു ഏകദേശം 650 ആ ഒരു റേഞ്ചിൽ പ്രിൻറ്റിങ് കോസ്റ്റ് മാത്രം നമുക്ക് ഈ ഒരു ഫോട്ടോ പേപ്പറിൽ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പം ഫോട്ടോ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലേസർ പ്രിൻറ്റിങ് നമ്മൾ സാധാ ആർട്ട് പേപ്പറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ഉണ്ടാവും. ഫോട്ടോ പേപ്പറിൽ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ക്വാളിറ്റി മാത്രമല്ല ഒരു ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവും കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ കുറച്ച് റേറ്റ് കുറഞ്ഞ റേറ്റിലുള്ള നിങ്ങൾക്ക് ആൽബം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ആർട്ട് പേപ്പറിൽ പ്രിൻ്റ് എടുത്താൽ മതി. അതല്ലെങ്കിൽ ഫോട്ടോ പേപ്പർ ആകുമ്പോൾ കുറച്ചും ഒരു ഗ്ലൈസിങ്ങും അതുപോലെ കുറച്ചും കൂടി ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും ഓരോ പേജ് നമ്മൾ നോക്കുന്ന സമയത്ത്. പിന്നെ ഓൾസോ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ അഡീഷണൽ ചെയ്യാൻ പറ്റുന്നത് ലാമിനേഷൻസ് കൊടുക്കുക. ലാമിനേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ടും ഒരു കാലത്ത് ഒന്നും വരില്ലല്ലോ, അതും കൂടെ ചെയ്യാം. അപ്പോൾ അതിനും എക്സ്ട്രാ കോസ്റ്റ് വരും. അപ്പം നല്ലൊരു ക്വാളിറ്റിയിൽ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു ഫോട്ടോ പേപ്പർ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സാധാ ആർട്ട് പേപ്പറിൽ ലേസർ പ്രിൻറ്റിങ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം A3 ഷീറ്റിലാവുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ A3 എന്ന് പറയുന്നത് 2 A4 ആണ്. 2 A4 വെച്ചാലാണ് A3 സൈസ് വരിക. അപ്പം നമുക്ക് 4 ഫോട്ടോസ് ഒരു A3യിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഒരു പ്രിൻറ്റിങ് കോസ്റ്റിൽ തന്നെ ഡിഫറൻസ് വരും. പക്ഷേ കുറച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫോട്ടോയ്ക്കൊക്കെ ഒരു ക്ലാരിറ്റീസ് കുറവുണ്ടാവും നമ്മൾ ഫോട്ടോ പേപ്പറിൻ്റെയും കാട്ടിലും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
പിന്നെ ഒരു ഫോട്ടോ ആൽബം ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു പണി തോന്നിയത് ഇതുപോലെ നമുക്ക് ഓരോ ഫോട്ടോസും കട്ട് ചെയ്തെടുക്കുന്നതാണ്. അത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്യിപ്പിക്കാം കേട്ടോ, പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. ആ ഒരു വ്യത്യാസമാണ്. അപ്പം ഇതാണ് എനിക്ക് കുറച്ച് സമയം എടുത്തിട്ടുള്ളത് കട്ടിങ്ങിൽ. അപ്പം നമ്മൾ ഫോട്ടോ ആൽബംസിന് നമ്മൾ കോസ്റ്റ് ഇടുന്ന സമയത്ത് ഈ പ്രിൻറ്റിങ് കോസ്റ്റ് മെയിന്, പിന്നെ നമ്മളിതിന് എടുക്കുന്ന ഒരു വർക്കിംഗ് ടൈം ഉണ്ടല്ലോ, അപ്പം അത് ഫസ്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് ഇടാം. അപ്പോൾ ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആയിട്ട് റേറ്റ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആർട്ട് പേപ്പറിൽ പ്രിൻ്റ് എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവായിരിക്കുമല്ലോ, അപ്പം അതിൽ ചെയ്ത് കൊടുക്കാം. ഫോട്ടോ പേപ്പർ വേണമെങ്കിൽ അതിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബൈൻഡിങ് ചെയ്യാനാണുള്ളത്. അപ്പം ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് സ്പൈറൽ ബൈൻഡിങ്, അതായത് നമ്മൾ പഞ്ചിങ് ഹോൾ ഇട്ടിട്ട് സ്പൈറൽ റിങ് യൂസ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഫസ്റ്റ് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനല്ലാതെ ഉള്ള ക്രാഫ്റ്റ് പേപ്പർ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ട്രാൻസ്പാരൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ട്രാൻസ്പാരൻറ്റിലാണ് പിന്നെ ബൈൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ളൊരു കോംബ് ടൈപ്പായിട്ടുള്ളൊരു ബൈൻഡിങ് ആണ്. ഇത് മെഷീനിൽ വെച്ചിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്യുക. നോർമൽ നമ്മുടെ സ്പൈറൽ ബൈൻഡിങ് പോലെ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബൈൻഡിങ് ചെയ്തെടുക്കുന്നത് നമ്മൾ മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇതുപോലുള്ള മെഷീൻസിൽ ഹോള് ഇതുപോലെ സ്ക്വയർ ടൈപ്പ് ഹോളാണ് വരിക. ഒരു ഹോൾ ഇട്ടതിന് ശേഷം അവർ ഇതുപോലെ ബൈൻഡിങ് ചെയ്ത് തരിക ചെയ്യുക. നമ്മൾ ഷോപ്പിൽ നിന്ന് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പേജിനനുസരിച്ചിട്ടാണ്. അപ്പം 40 റുപ്പീസ് 50 ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പ് അല്ലാണ്ട് കോയിൽ ടൈപ്പായിട്ടുള്ളൊരു ബൈൻഡിങ്ങൊക്കെ ഈ ഒരു മെഷീനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ബൈൻഡിങ്ങൊക്കെ അതൊക്കെ ഈ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് പല കളേഴ്സും പിന്നെ സ്റ്റീലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അങ്ങനെ ഞാനിതിൽ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുള്ള ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഇത് തന്നെ നമുക്ക് ബൈൻഡിങ് ഷോപ്പ് അല്ലെങ്കിൽ ബുക്ക് സ്റ്റോള് പ്രിൻറ്റിങ് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് അതല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പം കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.